ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയൊരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇന്ന് നിന്റെ മുമ്പിൽ വയ്ക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നീ ജീവിതത്തിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന് ഭാരം വല്ലാതുണ്ടെങ്കിൽ, നീ അതിൽ മുഴുകിയിരിക്കാനല്ല പറയുക, അതിൽ പരിതപിച്ചുകൊണ്ടിരിക്കാനല്ല പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിതത്തെ അവസാനിപ്പിക്കാനല്ല പറയുക. ഈശോ ക്ഷണിക്കുക, മകനെ മകളെ, നീ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഈശോയാണ് ഇറങ്ങി വന്നിട്ട് നമ്മളോടിത് പറയുക. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതുകൊണ്ട് ജീവിതം എല്ലാം തീർന്നു എന്നൊന്നും കരുതേക്കില്ല. നിൻ്റെ ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ആ ഈശോയിലേക്ക് നീ ചെന്നാൽ മതി. അവിടുന്ന് നിന്നെ കേൾക്കും, അവിടുന്ന് നിന്നെ ചേർത്ത് ഇത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ജീവിതത്തിൽ അധ്വാന ഭാരം എത്തുമ്പോൾ, ജീവിതമൊക്കെ വീർപ്പുമുട്ടിയിരിക്കുമ്പോൾ, നീ ആശ്വസിപ്പിക്കുവാനായി കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. ജീവിത ക്ലേശങ്ങളിൽ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തി കൈവരിക്കുവാനായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, അനുഗ്രഹങ്ങൾ, സംരക്ഷണങ്ങളെല്ലാം ഈ വ്യക്തിക്കും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ